നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് കർക്കിടകം 1. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ. വടക്കുനാഥ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആനയൂട്ടിൽ പങ്കെടുത്ത് പതിനായിരങ്ങൾ. ചിമ്മിനി ഡാം ഇക്കോ ടൂറിസം പദ്ധതിയെ വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ ടൂറിസം ഡെസ്റ്റിനേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ അനുവദിച്ചതായി KK രാമചന്ദ്രൻ MLA. നടത്തറ കൊഴുക്കുള്ളിയിൽ ഓടുമേഞ്ഞ വീട് തകർന്നു വീണ് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. വിശ്വാസത്തിൻ്റെയും ജീവിതചര്യയുടെയും കൂടിച്ചേരലാണ് മലയാളിക്ക് ഈ മാസം. ഇനിയുള്ള 30 നാൾ വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ ശീലുകൾ ഉയരും. തോരാതെ മഴ പെയ്തിരുന്ന കർക്കിടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കിടകവും കള്ളക്കർക്കിടകവുമാണ്. കർക്കിടകത്തിന്റെ ക്ലേശത്തിനിടയിലും മനസ്സിനും ശരീരത്തിനും ആശ്വാസം പകരാനാണ് രാമായണ പാരായണമെന്ന് വിശ്വാസം. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണം നടക്കും. വീടുകളിലും സന്ധ്യയ്ക്ക് നിറദീപങ്ങൾ തെളിയിച്ച് രാമായണ പാരായണം തുടരും. അടുത്ത 11 മാസങ്ങളിലേക്കുള്ള ആരോഗ്യ പരിചരണത്തിനും കർക്കിടക മാസത്തിലാണ് തുടക്കമിടുക. രോഗങ്ങളെ പ്രതിരോധിക്കാൻ മനസ്സിനും ശരീരത്തിനും പരിചരണം നൽകുന്ന കാലം. വിശ്വാസികളെ സംബന്ധിച്ച് കർക്കിടകത്തിലെ നാലമ്പല ദർശനവും പ്രധാനപ്പെട്ടതാണ്. വറുതിയുടെ കാലം കടന്ന് സമൃദ്ധിയുടെ ഓണക്കാലത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പും ഇവിടെ തുടങ്ങുകയാണ്. വടക്കുനാഥ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആനയൂട്ടിൽ പങ്കെടുത്ത് പതിനായിരങ്ങൾ. പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ആനയൂട്ടിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഗജപൂജയും നടന്നു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ആമലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തി. ക്ഷേത്രം തന്ത്രി KP വിഷ്ണു ഭട്ടതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. കർക്കിടകം 31 വരെ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഗണപതി ഹോമം, ഭഗവത് സേവ, ത്രികാല പൂജ, ചുറ്റുവിളക്ക്, നിറമാല ചടങ്ങുകളും രാമായണ പാരായണവും ഉണ്ടായിരിക്കും. വട്ടനാത്തറ മേടംകുളങ്ങര ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഞായറാഴ്ച നടക്കും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണവും പൊതുയോഗവും നടത്തി. പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് BV പോക്കക്കിലത്ത് അധ്യക്ഷത വഹിച്ചു. ആശാവർക്കർമാരായ ലൈല ബഷീർ, സുലോചന അശോകൻ, അങ്കണവാടി അധ്യാപകരായ സതീദേവി, ലിസി ബാബു, ബിന്ദു സത്യൻ, തൊഴിലുറപ്പ് മേറ്റ് ഗ്രേസി വർഗീസ്, ക്ലബ് സെക്രട്ടറി സുരേന്ദ്രൻ നമ്പളൻ, മുൻ ഭാരവാഹികളായ ഇമ്മാനുവൽ, ജോസ്ഫീന വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വയോജന ക്ലബിന്റെ പ്രസിഡന്റായി BV പോക്കക്കിലത്തിനെയും സെക്രട്ടറിയായി സുരേന്ദ്രൻ നമ്പളനെയും തെരഞ്ഞെടുത്തു. വിനോദസഞ്ചാര വകുപ്പ് ചിമ്മിനി ഡാം ഇക്കോ ടൂറിസം പദ്ധതിയെ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ടൂറിസം ഡെസ്റ്റിനേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ അനുവദിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. വനം വകുപ്പ് PG വൈൽഡ് ലൈഫ് വാർഡൻ മുഖേന തയ്യാറാക്കി സമർപ്പിച്ച വിശദമായ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ ഭാഗമായുള്ള പ്രവൃത്തികളും സൗകര്യങ്ങൾക്കുമായാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ പദ്ധതിക്കായി MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ പദ്ധതിക്കായി അനുവദിച്ചിരുന്നു. പ്രവൃത്തിയുടെ നിർവഹണ ഏജൻസി കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ്. ഇതുകൂടാതെ 2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റിലും പദ്ധതിക്കായി 1 കോടി രൂപ അനുവദിക്കുകയും 20% തുകയായ 20 ലക്ഷം രൂപ നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട്. നവകേരള നിർമ്മിതിയുടെ ഭാഗമായി പുതുക്കാട് മണ്ഡലത്തിൽ നിന്നും സമർപ്പിച്ച പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിക്ക് 1 കോടി രൂപ ലഭ്യമാക്കുന്നതിനും നടപടി സ്വീകരിച്ചു വരുന്നതായി MLA അറിയിച്ചു. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ ചിമ്മിനി വനമേഖലയിൽ വനം, ടൂറിസം, തദ്ദേശം, ജലവിഭവം വകുപ്പുകളുടെ സംയുക്ത സഹകരണത്തോടെ മികച്ച ടൂറിസം സൗകര്യം ഏർപ്പെടുത്തുന്നതിനാണ് പരിശ്രമിക്കുന്നതെന്നും MLA അറിയിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ടോയ്ലറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. നടത്തറ കൊഴുക്കുള്ളിയിൽ ഓടുമേഞ്ഞ വീട് തകർന്നു വീണ് 2 കുട്ടികൾക്ക് പരിക്കേറ്റു.
വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. പട്ടിണംമൂല സ്വദേശി ചെന്തറ വീട്ടിൽ രാജന്റെ വീടാണ് ഇടിഞ്ഞു വീണത്. രാജന്റെ പേരക്കുട്ടികളായ 8 വയസ്സുള്ള വരുൺ, 11 വയസ്സുള്ള വസുദേവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകട സമയത്ത് ഇവർ വീടിനുള്ളിലായിരുന്നു. ഉടൻ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പേർക്കും കാലിനാണ് പരിക്കേറ്റത്. മൂർക്കനിക്കര ഗവൺമെന്റ് LP സ്കൂളിലെ 4-7 ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. മൺകട്ട കൊണ്ട് നിർമ്മിച്ച വീടിന്റെ ഭിത്തി അപകട ഭീഷണിയായതോടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവരെ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നും മാറ്റിയിരുന്നു. എന്നാൽ വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെ വീട്ടിലേക്ക് സാധനങ്ങൾ എടുക്കുന്നതിനായി തിരിച്ചെത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. ആമ്പലൂർ വരന്തരപ്പള്ളി റോഡരികിലെ കുഴിയിൽ താഴ്ന്ന സ്വകാര്യ ബസ്. വെണ്ടൂർ കനാൽ സ്റ്റോപ്പിന് സമീപം വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം. കേബിളിനടുത്ത കുഴിയിലാണ് ബസ് താഴ്ന്നത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് റോഡരികിലെ കുഴിയിൽ ബസിന്റെ ചക്രങ്ങൾ താഴ്ന്നത്. ബസിന്റെ മുൻചക്രം പൂർണ്ണമായും കുഴിയിൽ താഴ്ന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. യാത്രക്കാർ മറ്റൊരു ബസ്സിൽ യാത്ര തുടർന്നു. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഉസ്താദ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 4 കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പ ചുമത്തി നാടുകടത്തി. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ പുല്ലൂർ മടത്തിക്കര കുഴിക്കണ്ടത്തിൽ വീട്ടിൽ 42 വയസ്സുള്ള ഷെറീഫിനെ കാപ്പ ചുമത്തി 1 വർഷത്തേക്ക് നാടുകടത്തി. ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ കല്ലേറ്റുങ്കര വടക്കുമുറി വടക്കേടത്ത് വീട്ടിൽ കണ്ടാരൻ രാജു എന്ന് വിളിക്കുന്ന 45 വയസ്സുള്ള രാജു, മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ വടമ അഷ്ടമിച്ചിറ കുരിയക്കാട് കാത്തോളി വീട്ടിൽ 29 വയസ്സുള്ള വൈശാഖ്, പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ കല്ലൂർ മാവിൻചുവട് മടത്തിപ്പറമ്പിൽ വീട്ടിൽ ജിതിൻ ലാൽ എന്നിവരെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. വൈശാഖ് മാള പോലീസ് സ്റ്റേഷനിൽ 5 അടിപിടി കേസുകളിലും വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി ലഹളയുണ്ടാക്കിയ കേസിലും അടക്കം 6 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. രാജു ചാലക്കുടി, ഇരിങ്ങാലക്കുട, ആളൂർ, കൊടകര പോലീസ് സ്റ്റേഷനുകളിലായി 1 വധശ്രമ കേസിലും 4 അടിപിടി കേസിലും സ്ത്രീയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ 2 കേസിലും അടക്കം 7 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ജിതിൻ ലാൽ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ 3 വധശ്രമ കേസിലും വീടുകയറി ആക്രമിച്ച 1 കേസിലും 4 അടിപിടി കേസിലും ഭീഷണിപ്പെടുത്തിയതിനെടുത്ത 1 കേസിലും അടക്കം 9 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് പള്ളിയിൽ ഉണ്ണീശോയുടെ പ്രതിഷ്ഠാ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ ജോർജ് എടക്കളത്തൂർ കാർമ്മികനായി. വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവയും ഉണ്ടായിരുന്നു. ജൂലൈ 26 രാവിലെ 6:15 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, കൂടുതുറക്കൽ ചടങ്ങുകൾ നടക്കും. തിരുനാൾ ദിനമായ ജൂലൈ 27 രാവിലെ 10 നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ എഡ്വിൻ കൊമ്പൻ കാർമ്മികനാകും. ഫാദർ ബാസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. കോൺഗ്രസ് വാസുപുരം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാസുപുരം മുപ്പിളിയം റോഡരികിലെ പൊന്തക്കാടുകളും കുറ്റിച്ചെടികളും വെട്ടിമാറ്റി. റോഡരികിലുള്ള വാസുപുരം ലിഫ്റ്റ് ഇറിഗേഷൻ ഷെഡ് പരിസരവും പ്രവർത്തകർ വൃത്തിയാക്കി. റോഡിനിരുവശത്തും കുറ്റിക്കാട് വളർന്നതുമൂലം ഇതുവഴി സഞ്ചരിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യം കണക്കിലെടുത്താണ് സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങിയതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് സിബി പൗലോസ്, ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ജോൺ വട്ടക്കാവിൽ, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എഡ്വിൻ വിൽസൺ, ശ്രീജിത്ത് കുറിച്ചിയത്ത്, ജസ്റ്റിൻ ജോയ്, അശ്വിൻ നെൽസൺ, ജോമോൻ, ലോയൽ ബെന്നി, സിജോ എന്നിവർ നേതൃത്വം നൽകി. ആലത്തൂർ ALP സ്കൂളിലെ PTA പൊതുയോഗവും സൗരോർജ്ജ പദ്ധതിയുടെയും AC ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം TK സതീശൻ, ഇരിഞ്ഞാലക്കുട AEO MS രാജീവ്, പ്രധാനാധ്യാപിക PM ജിൻസ, മാനേജർ T രമേഷ് കുമാർ, PTA പ്രസിഡന്റ് PS സുനിൽ, സ്റ്റാഫ് പ്രതിനിധി CG അനൂപ്, സജു പൗലോസ്, TK സലീഷ്, MPTA പ്രസിഡന്റ് സുമി ബൈജു, MM ഗോവിന്ദ്, NS രശ്മി, TR കൃഷ്ണപ്രിയ എന്നിവർ പ്രസംഗിച്ചു. കൊടകര പോലീസ് സ്റ്റേഷനിലെ സജു പൗലോസ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ TK സലീഷ് ശുചിത്വ ബോധവൽക്കരണ ക്ലാസും നയിച്ചു. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. VHSSA വിഭാഗം പ്രിൻസിപ്പൽ രാജലക്ഷ്മി പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി.
ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. അപ്പ സ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,050 രൂപയും പവന് 72,400 രൂപയും രേഖപ്പെടുത്തി. പറപ്പൂക്കര മുത്തറത്തിക്കര വെട്ടത്ത് ശ്രീധരൻ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ. ഭുവനേശ്വരിയാണ് ഭാര്യ. വേണു, അജിത, പരേതരായ രതീഷ്, സുരേഷ് എന്നിവർ മക്കളും. ലത, രമ, ബേബി എന്നിവർ മരുമക്കളുമാണ്. പൊന്നൂക്കര താഴത്ത് ജോസ് അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ക്ലാരയാണ് ഭാര്യ. ജാക്സൺ, ഫാദർ ജിക്സൺ താഴത്ത്, ജിൻസൺ എന്നിവർ മക്കളും. ജൂലി, പ്രീനു എന്നിവർ മരുമക്കളുമാണ്. മരത്താക്കര ചാലിശ്ശേരി ലില്ലി അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ ജോണിയാണ് ഭർത്താവ്. ജോഷി, ജോളി എന്നിവർ മക്കളും. ഷൈജി, ആൻറ്റു എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് കാഞ്ഞൂർ വാഴപ്പള്ളി സരോജിനി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് കർക്കിടകം 1. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ. വടക്കുനാഥ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആനയൂട്ടിൽ പങ്കെടുത്ത് പതിനായിരങ്ങൾ. ചിമ്മിനി ഡാം ഇക്കോ ടൂറിസം പദ്ധതിയെ വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ ടൂറിസം ഡെസ്റ്റിനേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ അനുവദിച്ചതായി KK രാമചന്ദ്രൻ MLA. നടത്തറ കൊഴുക്കുള്ളിയിൽ ഓടുമെഞ്ഞ വീട് തകർന്നു വീണ് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.